ശ്രീ എം ജയചന്ദ്രൻ, നോക്കൂ, ഇപ്പോൾ പറയുന്ന ഒരു ന്യായം റായ്ബറേലിയിൽ മത്സരിക്കുന്ന കാര്യം പറയാൻ കഴിഞ്ഞില്ല, വയനാട്ടിലെ വോട്ടർമാരോട് പറയാൻ കഴിഞ്ഞില്ല. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ ക്രമീകരിച്ചത്, അതുകൊണ്ട് തന്നെയാണ് പറയാൻ കഴിയാത്തത് എന്നുള്ള ഒരു ന്യായം മുന്നോട്ട് വയ്ക്കുകയാണ്. ഇവിടെ CPM-നെ UP-യിലെ BSP-യോട് ഉപമിക്കുകയാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി ചെയ്യുന്നത്. അങ്ങനെയാണോ ഇവിടെ BSP ചെയ്യുന്നത് പോലെയാണോ BJP-ക്കെതിരായ ഒരു രാഷ്ട്രീയ പോരാട്ടം വളരെ കൃത്യമായി നടത്തുന്ന ഒരു CPM-നെ കുറിച്ച്, LDF-നെ കുറിച്ച് ഇങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു വിലയിരുത്തൽ ശരിയാണോ? കേരളത്തിൽ എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് അറിയാത്ത ആളോ അല്ല ദേശീയ രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാത്ത ആളോ അല്ലല്ലോ കോൺഗ്രസ് പ്രതിനിധിയായി ഇപ്പോൾ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് PM നിയാസിൻ്റെ വസ്തുതകളൊക്കെ അറിയാം, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ നീലിമ, താങ്കൾ ചോദിച്ചതുപോലെ ഈ ഇവിടുത്തെ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. UP-യിലെ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിൻ്റെ അവസാന ദിവസത്തിൻ്റെ തലേ ദിവസം ആണല്ലോ ഈ തീരുമാനം വരുന്നത്. അതെ, അതുവരെ നാഷണൽ മീഡിയയിൽ പൊളിറ്റിക്കൽ അനലിസ്റ്റുകൾ, പൊളിറ്റിക്കൽ ഒബ്സർവേഴ്സ്, ചാനലുകളിലും ഒക്കെ ഈ വിഷയമാണല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. രാഹുൽ ഗാന്ധി മത്സരിക്കുമോ, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മത്സരിക്കാനിടയുണ്ടോ എന്നുള്ളതായിരുന്നു ചർച്ച മുഴുവനും. ആ ചർച്ചയ്ക്കൊന്നും കോൺഗ്രസ് AICC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഒരാളുടെ ഭാഗത്തു നിന്നും വ്യക്തതയുള്ള ഒരു സൂചന പോലും കിട്ടിയില്ല. പിന്നെയല്ലേ മറുപടി. എന്നിട്ട് ഒടുവിൽ ഇപ്പോൾ നാളെയാണ് നാമനിർദ്ദേശ പത്രിക കൊടുക്കേണ്ട തീയതിയെങ്കിൽ ഇന്ന് വൈകുന്നേരമാണ് രാഹുൽ ഗാന്ധിയെ റായ്ബറേലിയിൽ തീരുമാനിക്കുന്നത്. അത്ര വരെ എന്തിനായിരുന്നു നീട്ടിക്കൊണ്ടുപോയത് എന്നുള്ളത് ചോദിക്കാനുള്ള അവകാശം ഈ ചർച്ചയിൽ നീലിമയ്ക്കോ എനിക്കോ ഗഗാറിനോ ഇല്ല എന്ന് വാദിക്കാൻ തുടങ്ങിയാൽ എന്താണ് പിന്നെ അതിന് നമുക്ക് മറുപടി പറയാൻ കഴിയില്ല, പ്രതികരിക്കാൻ കഴിയുക? ഇങ്ങനെയാണോ രാഷ്ട്രീയത്തിൽ കാര്യങ്ങൾ നിർവഹിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ CPM ആ ചോദ്യം അനാവശ്യമായിട്ടാണ് ചോദിക്കുന്നതെന്ന് CPM-ൻ്റെ പ്രതിനിധിയോട് പറയുക, നീലിമയോട് പറയുക. എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഇത് ഏതായാലും. അത്തരം ചോദ്യങ്ങൾ സ്വാഭാവികമാണ് സർ, ശ്രീ PM നിയാസ്. കാരണം ഇത് അവസാന നിമിഷം വരെ ആ ഉദ്വേഗം നിലനിർത്തുന്നതോട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിരുന്നെങ്കിലും ഓക്കെ. പക്ഷെ നോക്കൂ, കഴിഞ്ഞ 5 വർഷക്കാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന ദേശീയ ഗവൺമെൻറ്റിനെതിരെ, യൂണിയൻ ഗവൺമെൻറ്റിനെതിരെ നയിച്ച പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങളുടെ കണക്കെല്ലാവരും എടുത്തിട്ടുണ്ടല്ലോ, എല്ലാവരും അത് പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ. ഏതായിരുന്നു ആ പ്രധാനപ്പെട്ട പ്രക്ഷോഭം? അതിനി ആരും വ്യക്തമാക്കേണ്ടതില്ലെങ്കിലും ഈ ചർച്ചയിൽ അത് പറയാതെ പോകാൻ കഴിയില്ലാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്, അത് കർഷക സമരമായിരുന്നു. ഇന്ത്യയിലെ കർഷകരുടെ സമരത്തിൻ്റെ പ്രതിഫലനമാണ് UP-യിൽ, മഹാരാഷ്ട്രയിൽ, പഞ്ചാബിൽ, രാജസ്ഥാനിൽ ഒക്കെ വലിയ ജനരോഷവുമായി NDA മുന്നണിക്കെതിരായി ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി രൂപപ്പെട്ടെന്നുള്ള കാര്യത്തിൽ ഒരു കോൺഗ്രസ് നേതാവിനും കേരളത്തിന് പുറത്ത് തർക്കമില്ല. കേരളത്തിനകത്ത് നിങ്ങൾ തർക്കിച്ചോളൂ, പക്ഷേ ഈ ചർച്ചകളിലെങ്കിലും നമുക്ക് സത്യസന്ധരായിക്കൂടെ എന്നൊരു സംശയമേ ഞാൻ അങ്ങയുടെ മുമ്പിൽ വെക്കുന്നുള്ളൂ. ആ കർഷക സമരം നയിച്ചതിൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് അല്ലെങ്കിൽ UP എന്ന മുന്നണിക്ക് എത്രത്തോളം പങ്കുണ്ടായിരുന്നു? താങ്കളിപ്പോൾ മുമ്പേ ചോദിക്കുന്നത് കേട്ടല്ലോ, രാജസ്ഥാനിൽ ഞങ്ങളുടെ സഹായം കൊണ്ടല്ലേ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിയെന്ന്. അമ്രാറാം ആരായിരുന്നു സർ? കർഷക സമരത്തിൻ്റെ മുന്നണി പോരാളിയായിട്ട് നിന്ന ഏറ്റവും മികച്ച നേതൃത്വം വഹിച്ച ആളായിരുന്നില്ലേ അമ്രാറാം? അദ്ദേഹത്തിന് നിങ്ങൾ ദാനം കൊടുത്ത് ജയിപ്പിച്ചതാണ് ആ സീറ്റെന്നാണോ, രാജസ്ഥാനിലെ സീറ്റെന്നാണോ താങ്കൾ ഇപ്പോഴും സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്? കഷ്ടമാണത്. അമ്രാറാം എന്ന് പറയുന്ന കർഷക സമരത്തിന് മുന്നണി പോരാളിയായി നിന്ന മനുഷ്യനാണെന്നുള്ളത് അംഗീകരിച്ചിട്ടുള്ളവരിൽ താങ്കളുടെ AICC പ്രസിഡൻറ്റും പെടും കേട്ടോ. അതുകൂടെ ദയവായി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ദാനം കൊടുത്തതൊന്നുമല്ല അങ്ങനൊരു സമരം. ഇപ്പോൾ ഇടതുപക്ഷത്തിന് പാർലമെൻറ്റിൽ സ്വാധീനം കുറവാണ്, 2019 നാമമാത്രമായൊരു വർധനവേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇടതുപക്ഷം എന്നുള്ള ആ ഒരു സെക്റ്റിന്, ആ ഒരു വിഭാഗത്തിന് ഉണ്ടായിട്ടുള്ള സ്വാധീനം, കർഷക സമരത്തിനിടയിൽ സംഭവിച്ച മുന്നേറ്റം എത്രയൊക്കെയാണെന്ന് കോൺഗ്രസിൻ്റെ എല്ലാ മേഖലകളിലും AICC അടക്കം അത് അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഈയിടെ മാർച്ച് 12 നടന്ന നാസിക് മുംബൈ മാർച്ച്, നാസിക്കിൽ നിന്ന് മുംബൈയിലേക്ക് നടത്തിയ കർഷക മാർച്ച്, അത് ഇതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്തില്ലേ? മഹാരാഷ്ട്രയിൽ വളരെ വലിയ തോതിൽ. അതിൽ കോൺഗ്രസിന് വല്ല പങ്കുമുണ്ടോ നേതൃത്വപരമായി? അതാരാണ് സംഘടിപ്പിച്ചത്? അതെ.
അപ്പോൾ അതൊക്കെ നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങളാണ്. അതവിടെ നിൽക്കുമ്പോൾ ഇടതുപക്ഷത്തിന് ആകെപ്പാടെ പരിപൂർണമായിട്ട് തമസ്കരിച്ചുകൊണ്ട് കോൺഗ്രസിന് ദാനമായിട്ട് ഇടതുപക്ഷത്തിന് കിട്ടിയതാണ് ഏതായാലും സീറ്റുകൾ എന്ന് പറഞ്ഞ് സമർത്ഥിക്കുക വഴി എന്താണ് താങ്കൾ നേടുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഏതായാലും CPM-ൻ്റെ വക്താവായിട്ടല്ല ഈ ചർച്ചയിൽ ഇരിക്കുന്നത്. CPM-ൻ്റെ പ്രതിനിധിയായിട്ടിരിക്കുന്ന ശ്രീ ഗഗാറിനാണ്. പക്ഷേ എനിക്കറിവുള്ള കാര്യങ്ങൾ ഞാൻ പ്രതികരിക്കണമല്ലോ, അതുകൊണ്ട് ചോദിക്കുകയാണ്. അവിടെയൊക്കെ CPM-നെ തമസ്കരിച്ചാൽ അത് യാഥാർത്ഥ്യമാണെന്ന് താങ്കളുടെ മനസാക്ഷിക്ക് എപ്പോഴെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയുമോ? അത് ഇല്ലല്ലോ. അതൊരു അയഥാർത്ഥമായ പ്രസ്താവന മാത്രമായിട്ട് വെറൊരു സ്റ്റേറ്റ്മെൻറ്റായി മാറിപ്പോവില്ലേ? അത് ഒരു ഭാഗം. ഇനി കേരളത്തിലേക്ക് വന്നാൽ അതാണല്ലോ ചർച്ചാ വിഷയം, അതിൻ്റെ കാതലതാണല്ലോ നമ്മുടെ ചർച്ചയുടെ. ഇനി കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മികച്ച വിജയം നേടി. UDF 2019 വിജയത്തിൻ്റെ വേറൊരു രൂപത്തിലുള്ള ആവർത്തനമാണല്ലോ ഇത്. അതിനെ അങ്ങനെ 2019 വിജയിച്ചപ്പോൾ ഇതിനേക്കാളും കൂടുതൽ ബഹളമുണ്ടാക്കിയ സോഷ്യൽ മീഡിയയും നമ്മുടെ സ്റ്റേറ്റിലെ മീഡിയയും നാഷണൽ മീഡിയയും ഒക്കെ പറഞ്ഞത് എന്തായിരുന്നു? പിണറായി വിരുദ്ധ വികാരം. അതാണ് 2019 തോൽവിയുടെ അടിസ്ഥാന കാരണം എന്ന് സമർത്ഥിക്കാൻ എത്രയോ മണിക്കൂറുകൾ ചെലവഴിച്ച ചാനൽ ചർച്ചകൾ, എത്രയോ പത്രത്താളുകൾ ചിലവഴിച്ച ദിനങ്ങൾ, നീണ്ട ദിനങ്ങൾ ഉണ്ടായില്ലേ? എല്ലാം പിണറായി വിരുദ്ധത കൊണ്ടാണ് സംഭവിച്ചത് എന്ന് സമർത്ഥിച്ച് അടിച്ചുറപ്പിച്ച് വെക്കലായിരുന്നല്ലോ അന്ന് പ്രധാനപ്പെട്ട പണി അന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാക്കളുടെയും. പക്ഷെ പിന്നീട് തൊട്ടടുത്ത വർഷം എന്താണ് സംഭവിച്ചത്? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മളതിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്ക് ഞാൻ വരുന്നില്ല. വലിയ മുന്നേറ്റം LDF നടത്തി. പിന്നീട് തൊട്ടടുത്ത വർഷം, അതിനടുത്ത വർഷം 2021 91 സീറ്റെന്ന 2016 സ്ഥിതി 2021 ആയപ്പോൾ 99 ആകുന്നു. അപ്പോഴേ ഈ പിണറായി വിരുദ്ധത ചാനൽ ചർച്ചകളിലും ചാനൽ സർവേകളും ഒക്കെ താങ്കൾ ഉണ്ടാകുമല്ലോ. ശ്രീ അഡ്വക്കേറ്റ് PM നിയാസ് LDF-നെ 35 പുതിയ MLA-മാരെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ നിർത്തിയത്. CPM-ൽ തന്നെ 35 പേര് പ്രത്യേകമായിട്ട് പറഞ്ഞാൽ അവർ മത്സരിച്ചത്, ജയിച്ചത്. അപ്പോൾ മാധ്യമങ്ങൾ അതിനോടെടുത്ത നിലപാട്, നടത്തിയ സർവേയിൽ ഇവരെല്ലാം തോറ്റ് അട്ടത്തിരിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ എത്രയോ മണിക്കൂറുകൾ ചർച്ച ചെയ്തൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ വസ്തുത എന്തായിരുന്നു? അതവിടെ നിൽക്കട്ടെ. അതേ പാറ്റേൺ 2019 ആ പാറ്റേൺ വേറെ രൂപത്തിൽ ഇത്തവണ ആവർത്തിച്ചു. UDF-ന് അനുകൂലമായി തന്നെ മാറി. അതവിടെ നിൽക്കട്ടെ. പക്ഷേ വലിയൊരു തിന്മ നടന്നത് മറച്ചു വെക്കാൻ കഴിയും ഇതിനിടയിൽ ഇത്തവണ. അത് തൃശ്ശൂർ എന്ന തിന്മയാണ്, തൃശ്ശൂരെ ജനവിധി എന്ന തിന്മയാണ്. ആ തിന്മയുടെ പിന്നിൽ ഉണ്ടായിട്ടുള്ള കോൺഗ്രസ് പിന്തുണ, ആ തിന്മ ഉണ്ടാകുന്നത് കോൺഗ്രസ് പിന്തുണ എന്ന വലിയ ഒരു ഉത്തരവാദിത്വം കോൺഗ്രസ് പ്രവർത്തകർ നിർവഹിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷെ പഴി കേൾക്കുന്നത് ആരാണ്? ഇന്നലെയും ഒരു സമുദായ നേതാവ് പറഞ്ഞല്ലോ, CPM-ൻ്റെ മുസ്ലിം പ്രീണനം. സമുദായ നേതാവിൻ്റെ പേര് ഞാൻ പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ആ നേതാവ് പറഞ്ഞത് CPM-ൻ്റെ സാമുദായിക പ്രീണനം ആരോട്? അല്ല, മുസ്ലിം സമുദായം. അപ്പോൾ ഒരു കാര്യമുണ്ട്, അത് പറയാതെ പോകാൻ കഴിയില്ല നീലിമ ഇത്തരം ചർച്ചകളിലെങ്കിലും. 2005 അന്ന് UPA സർക്കാർ, ഒന്നാം UPA പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഇടതുപക്ഷമാണെന്ന് കർശനമായി ആവശ്യപ്പെടുന്നത്. ആ ആവശ്യത്തിൻ്റെ ഒടുവിലാണ് പ്രൊഫസർ രജീന്ദ്ര സച്ചാർ അധ്യക്ഷനായി മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയെ പഠിക്കാൻ ദേശീയ തലത്തിൽ പഠിക്കാനായി ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നത്. ആ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു. ആ റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? OBC വിഭാഗത്തിനേക്കാളും കഷ്ടമാണ് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അവസ്ഥ. അതനുസരിച്ച് ബാക്കി എല്ലാ സ്റ്റേറ്റിലും തുടർ നടപടികൾ സ്വീകരിക്കണം അന്നത്തെ യൂണിയൻ ഗവൺമെൻറ്, പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അധ്യക്ഷനായുള്ള ഗവൺമെൻറ് തീരുമാനിക്കുന്നു. കേരളം അതിന് മുൻപന്തിയിൽ തന്നെ നടക്കുന്നു. അങ്ങനെയാണ് പാലോളി കമ്മീഷൻ വരുന്നത്. ആ പാലോളി കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ വേറൊരു സംഭവം ഉണ്ടാകുന്നുണ്ട്. താങ്കൾ ഓർക്കുന്നുണ്ടാകുമല്ലോ, നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട്. അത് 2000-ലാണ്, മിലേനിയം വർഷത്തിലാണ്. നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അകത്ത് ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് രജീന്ദ്ര സച്ചാറുടെ കമ്മിറ്റി വരുമ്പോഴത്തേക്ക് വിശദമായി ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അവസ്ഥ പറയുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ മുസ്ലിം സമുദായം എന്തെങ്കിലും നേടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഡാറ്റാസ് എന്താണ്? ഈ പറഞ്ഞ നേതാവിന് വല്ലതും പറയാനുണ്ടോ? സമുദായ നേതാവിന് ഒന്നും പറയുന്നില്ല. അന്ധമായിട്ട് CPM-നെ താറടിക്കാൻ വേണ്ടി പറയുകയാണ് CPM-ൻ്റെ മുസ്ലിം പ്രകടനം. അതങ്ങനെയല്ലല്ലോ സർ വേണ്ടത്.
അദ്ദേഹത്തെ പോലൊരു നേതാവ് പറയുമ്പോൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം ഡാറ്റാസ് വെച്ചിട്ട്. ഇന്ന ഡാറ്റാസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരൊറ്റ കാര്യം CPM-നെ വിമർശിച്ചുകൊണ്ട് പറയട്ടെ, നമുക്ക് അംഗീകരിക്കാൻ പറ്റും. തുറന്ന ഹൃദയത്തോടെ ഞാൻ തന്നെ അദ്ദേഹത്തിനെ ശ്ലാഘിച്ചുകൊണ്ട് ഏത് ചർച്ചയിലും ഞാൻ പറയാൻ തയ്യാറുമാണ്. അങ്ങനെ ഒറ്റ കാര്യമെങ്കിലും പറഞ്ഞാൽ, അത് പറയാതെ കൊട്ടത്താപ്പിന് പറയുന്ന ആരെ പ്രീണിപ്പിക്കാനാണ്? BJP-യെ. അദ്ദേഹത്തിൻ്റെ മകൻ ഏതിൻ്റെ നേതാവാണെന്നോ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഭാര്യ ഏത് വിഭാഗത്തിനൊപ്പമാണ് ഈ ഇലക്ഷൻ മുഴുവൻ പ്രവർത്തിച്ചതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ BJP-യെ പ്രീണിപ്പിക്കാൻ അത്തരക്കാർ പറയുമ്പോൾ താങ്കളെപ്പോലുള്ള കോൺഗ്രസ് നേതാക്കളും കേരളത്തിലെ പ്രതിപക്ഷവും ഒരക്ഷരം പറയണ്ടേ? നിങ്ങൾ ആ പറയുന്നത് ശരിയാണോ മിസ്റ്റർ സമുദായ നേതാവേ എന്ന് ചോദിക്കണ്ടേ? ആരും ചോദിക്കുന്നില്ലല്ലോ. അത്ര അപകടകരമായ സാഹചര്യത്തിലൂടെ കേരള രാഷ്ട്രീയത്തിനെ കടത്തിവിടാൻ ശ്രമിക്കുന്ന പല ആൾക്കാർ തെങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു പാർലമെൻ്ററി രംഗമായിരുന്നു ഇത്തവണത്തെ നമ്മുടെ കേരളത്തിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മേഖല. ആ അവസരങ്ങൾ അതിനെ നമ്മൾ നിഷേധിച്ചിട്ടോ തമസ്കരിച്ചിട്ടോ ഒരു കാര്യമില്ല സർ. നമ്മൾ വസ്തുതകളായി തന്നെ കാണണം. വേറൊരു കാര്യത്തിൽ പറഞ്ഞാൽ, ലെനിൻ പറഞ്ഞിട്ടുണ്ട് പണ്ട്, മാർക്സിസത്തിനെ പറ്റി അദ്ദേഹത്തിന് വ്യാഖ്യാനം പറഞ്ഞതാണ്. മൂർത്തമായ സാഹചര്യങ്ങളുടെ സമൂർത്തമായ വിശകലനമാണ് മാർക്സിസം എന്നാണ് മാർക്സിൻ ചിന്താപദ്ധതിയെ പറ്റി ലെനിൻ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അതെത്രയും കൃത്യമായി നമുക്ക് അപ്രകടമായിട്ട് തോന്നുന്നു ഇതുപോലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ പരിശോധിക്കുമ്പോഴാണ്, വിലയിരുത്തുമ്പോഴാണ്.